മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവം രാഷ്ട്രീയ നാടകമാണെന്ന മാത്യു കുഴൽനാടൻ MLA. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം മാത്രം പ്രത്യക്ഷപ്പെട്ട മന്ത്രിയുടെ കഴുത്തുവേദന എവിടെ നിന്നു വന്നുവെന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഇത്തരം നാടകങ്ങളിലൂടെ മന്ത്രി എന്ന നിലയിലുള്ള വീണ ജോർജിന്റെ വിശ്വാസ്യത ഒന്നുകൂടി തകർന്നിരിക്കുകയാണെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണം അവസാനിക്കാൻ പോകുന്ന സർക്കാരിന്റെ തിരിച്ചറിവിൽ നിന്നുള്ള വെപ്രാളമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നലെ ഒരു മന്ത്രിയുടെ തന്നെ ഒരു വിശ്വാസ്യത കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയ ഒരു സമയമാണ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്ന് ഒരു പ്രതിഷേധക്കാരോട് മന്ത്രിയുടെ പ്രതികരണം ഏത് നിലയ്ക്കായിരുന്നു നമ്മൾ കണ്ടത്. അവര് വളരെ ആക്രോശിച്ചും അട്ടഹസിച്ചും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും വെല്ലുവിളിച്ചും KSU കുട്ടികൾക്ക് നേരെ തട്ടിക്കയറുന്നതും അവര് ആക്രോശിക്കുന്നതെല്ലാം വീഡിയോയിൽ കണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്വേഷണം മനസ്സിലാക്കിയതനുസരിച്ച് അവർക്ക് പോകേണ്ട ട്രെയിനിൽ പോകാൻ വേണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി അവർ C5-ലാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ അവിടം വരെ ചെന്നതിന് ശേഷം ട്രെയിനിൽ കയറി പോകാൻ തീരുമാനിച്ചതിന് ശേഷം എവിടെന്നോ വന്ന ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കഴുത്തിന് വേദന, പരിക്ക്, ആക്രമണം, ആരോപണമൊക്കെ ഉയർത്തി അവർ ആശുപത്രിയിലേക്ക് വരും. എത്ര അപഹാസ്യമായ ഒരു കാഴ്ചയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരുടെ തിരകഥ പ്രകാരമാണ് അവർ ആക്ട് ചെയ്യുന്നറിയില്ല. എന്താണെങ്കിലും ഇനിയിപ്പോൾ അവരുടെ PR ടീമിൻ്റെ തിരകഥയാണോ, സർക്കാരിൻ്റെ തിരകഥയാണോ, മുഖ്യമന്ത്രിയുടെ തിരകഥയാണോ, അല്ലെങ്കിൽ ഇനി അവിടുത്തെ കണ്ണൂരത്തെ നേതാക്കന്മാരുടെ തിരകഥയാണോ എന്നറിയില്ല. അങ്ങേയറ്റം മോശവും മേച്ചവുമായ ഒരു അപ്രോച്ചാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഒരു മന്ത്രി എന്ന നിലയിൽ പോലും ഒട്ടും ഒരു വിശ്വാസ്യതയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ജനങ്ങളിൽ ഒരു കണക്കിന് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ കാണിക്കുന്ന ഈ കാര്യങ്ങളിലെ ഒരു വിശ്വാസ്യതയും ഇവരൊക്കെ കാണിക്കുന്ന സത്യസന്ധതയും ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിലും പറച്ചിലുമുള്ള ആത്മാർത്ഥതയും ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരവസരമായി ഈ വീണ നാടകം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്.